നമ്മളിന്ന് പോകുന്ന റൂട്ട് പറഞ്ഞാൽ ഇല്ലിക്കൽ കല്ല് എന്ന് പറയും. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നമ്മുടെ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഒക്കെ കഴിഞ്ഞിട്ട് ടീക്കോയി കഴിഞ്ഞിട്ടാണ് ഇത് പോകുന്നത്. ഹൈ റേഞ്ച് ഏരിയ ആണ്. അപ്പോൾ അവിടേക്കാണ് പോണത്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നമുക്ക് കാഴ്ചകൾ കാണണം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അപ്പോൾ ആ റൂട്ട് കണ്ടോ? ആ പോകുന്ന റൂട്ട് ഇത് കാട് പിടിച്ച ഏരിയ പോലത്തെ സ്ഥലമാണ്. ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പോയിട്ടാണ് അത് മലയുടെ മുകൾക്കൊക്കെ എത്തണത്. ഒരു അടിപൊളി സ്ഥലം കേട്ടോ. നല്ല വൈബ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുക. ഓക്കെ, നമ്മളിപ്പോൾ ഇല്ലിക്കൽക്കല്ല് എത്താനായി. ഏകദേശം 1 കിലോമീറ്ററും കൂടി ദൂരമുള്ളൂ. ഇത് നല്ല സ്ഥലം കേട്ടോ. അത് കണ്ടോ? അടിപൊളി സ്ഥലമാണ്. ഒക്കെ ഹൈ റേഞ്ച് ഏരിയ ആണ്. 8-10 വളവ് കയറിയിട്ട് വേണം വരാൻ. കണ്ടോ? പാറ കണ്ടോ? ബ്യൂട്ടിഫുൾ സ്ഥലമാണത്. ഇപ്പോൾ ഇല്ലിക്കൽക്കല്ലിന്റെ ടോപ്പിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ഉണ്ടാവുന്ന ഒരു സ്ഥലം അത്. കാരണം പെട്ടെന്ന് ഇടിമിന്നൽ കുടുങ്ങും. അതുകൊണ്ട് തന്നെ ഇവിടെ തല പോയ ഒരുപാട് തെങ്ങുകളും കാണിച്ചു തരാം. ഇടിമിന്നൽ ഏറ്റിട്ട് പോയതാണ്. അത് ഇവിടെ നാട്ടുകാരൊക്കെ പറഞ്ഞ് ഓൾറെഡി ഈ ഭാഗത്ത് ഇടിമിന്നൽ കൂടുതലാണല്ലോ. അപ്പോൾ നമുക്ക് ആ വിഷ്വൽ ഒന്ന് കാണാം. ഓക്കെ, ഇത് കണ്ടോ? ഈ ഇല്ലിക്കൽ കല്ല് എന്ന ഭാഗത്ത് ഇടിമിന്നൽ കൂടുതലാണ്. അങ്ങനെ തല പോയ തെങ്ങുകൾ, ഇതൊക്കെ ഇടി പറ്റിയ തെങ്ങുകളാട്ടോ. ഒരുപാടെണ്ണുണ്ട് തല പോയത്. ഇതൊക്കെ ഇടിമിന്നിട്ടിട്ടാണ്. ഇത് കണ്ടോ? ഒരു 10-20 തെങ്ങുകൾ ഞാൻ കണ്ട്, തല പോയ തെങ്ങുകൾ. അതൊക്കെ നമ്മൾ ഇല്ലിക്കൽ കല്ലിന്റെ ഏറ്റവും ടോപ്പിൽ എത്താനായി. അപ്പോൾ ഞാൻ വിഷ്വൽ കാണിച്ചു തരാം. കാരണം ഇവിടെ നല്ല കോടമഞ്ഞ്. ഉച്ചയ്ക്ക് ശരിക്കും നല്ല ചൂടുള്ള സമയമാണ്. പക്ഷെ ഇവിടേക്ക് ചൂടൊന്നും അറിയില്ല കേട്ടോ. കാരണം അടിപൊളി സ്ഥലമാണ്. കണ്ടോളി, മനോഹരമായ വിഷ്വലാണ് കേട്ടോ. നല്ല കോടമഞ്ഞൊക്കെ പോകണ്ടോ. അതുപോലെ നല്ല ഈ റോഡ് പറഞ്ഞാൽ ഒരു 10-20 വളവ് കയറി വരണം. നല്ല ഹൈ റേഞ്ച് ഏരിയ കേട്ടത്. നല്ല മനോഹരമായ സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല്. കാണേണ്ട ഒരു വിഷ്വലാണ്. ഓക്കെ, കോടമഞ്ഞുണ്ടാ. പക്ഷേ ഉച്ച സമയമാണ്. ആ ഉച്ച സമയത്തൊക്കെ എത്ര ഇതാണ്. മറ്റു ടൗണിലൊക്കെ ഇപ്പൊ ഈരാറ്റുപേട്ടയും കോട്ടയത്തൊക്കെ നല്ല ചൂടാണ്. പക്ഷെ ഇവിടേക്ക് ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല. ടോപ്പ് ഭാഗത്താണായിട്ടോ. വളരെ കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഇത് കണ്ടോ? ഈ ഭാഗത്ത് മൊത്തം കാലാവസ്ഥ മാറി. ഭയങ്കര കോടമഞ്ഞൊക്കെ. ആ ഭാഗത്ത് കണ്ടോ വെളിച്ചം? അതിന് ഇടയ്ക്കുണ്ട് തല പോയ തെങ്ങ്. കാരണം ഇടിമിന്നൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണിത്. അതുപോലെ തല ഒരുപാട് തെങ്ങുകൾ ഞാൻ കണ്ട്. തെങ്ങ്, കഴുങ്ങ് ഒക്കെ ഉയരമുള്ള എല്ലാത്തിനും ഇടിമിന്നലിട്ടുണ്ട്. ഇതുണ്ട് വെളിച്ചം. നല്ല വെളിച്ചമുണ്ട്. സൂര്യപ്രകാശം അങ്ങോട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് സൂര്യപ്രകാശം ഇല്ല. കണ്ടോ? ഏതാ വിഷ്വല്? കാണേണ്ട കാഴ്ചയുള്ളത്. അതിന്റെ അടുത്ത് കളിസ്ഥലം കണ്ടോ? അയ്യോ, ഏതൊരു മലയുടെ മുകളിലാണ്. കണ്ടോ? ആഹാ നമ്മുടെ മൊബൈൽ കുഴപ്പമില്ല. ആഹാ, അടിപൊളി. ഇത് വേറൊരു മലയാണ്. സൂപ്പർ സ്ഥലം കേട്ടോ. ഇതൊരു ടോപ്പിലെത്താനായി. കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്കിത് ഏറ്റവും ടോപ്പിലെത്താം. ഓക്കെ, മനോഹരമായ സ്ഥലമാണ്. സൂര്യപ്രകാശം ഒരു ഭാഗത്തേക്കേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തേക്ക് സൂര്യപ്രകാശം, ഒരു ഭാഗത്തേക്ക് നല്ല ഇരുട്ടാണ്. ഇപ്പം ഏകദേശം ഉച്ചയ്ക്ക് 1-2 മണി ആ സമയമായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒന്നും അറിയുന്നില്ല, കാലാവസ്ഥ ഒന്നും അറിയുന്നില്ല. അതുകൂടാതെ വേറൊരു വിഷയം കാണിച്ചിട്ട് കണ്ടോ? കോടമഞ്ഞിൻ ഓഹോ താഴ്വരയിൽ ഓഹോ. കണ്ടോ? ആഹാ, ബ്യൂട്ടിഫുൾ. കണ്ടോ? ശരിക്കും ഈ ഒരു ടൈമിൽ എത്തണം അവിടെ. ആഹാ, എന്താണ് മനോഹരം. കണ്ടോ? ഫുൾ കോടയായി. ഇനി കുറച്ചങ്ങോട്ട് പോയാൽ വേറെ വൈബേ കിട്ടോ.